അമ്മ, സിദ്ധാർത്ഥിൻ്റെ അമ്മോടൊന്ന് സംസാരിക്കുമോ? ഞാനെന്ത് സംസാരിക്കാനാ മോളെ? ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണുമല്ലോ, നിങ്ങളുടെ കല്യാണം എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫോണിൽ കൂടെ ഞാൻ ഇനി എന്ത് പറയാനാ? അമ്മ ഇപ്പം സംസാരിച്ചു കഴിഞ്ഞാലേ അടുത്ത ആഴ്ച നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവില്ല. സംസാരിക്കമ്മ. എന്നാൽ ശരി, നീ വിളിക്ക്. ഹലോ, ഞാൻ ഇഷയുടെ അമ്മയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ വീട്ടിൽ? ഇഷ എപ്പോഴും നിങ്ങളെപ്പറ്റി പറയാറുണ്ട്, ഒരുപാട് പറയാറുണ്ട്. വീട്ടിൽ ആകെയുള്ള മോളായ കാരണം ഒരുപാട് കൊഞ്ചിച്ചിട്ടാണ് വളർത്തിയതേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾക്ക് മനപ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് നല്ല സ്നേഹത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉടനെ മാറുകയും ചെയ്യും. ഇഷുമോള് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ജോലിക്ക് പോയി. അവൾക്ക് വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അവൾ വളരെ മോഡേൺ ചിന്താഗതിയുള്ള ഒരാളാണ്. എന്ന് വെച്ചിട്ട് പഴയ ട്രഡീഷനോടോ കൾച്ചറിനോടോ ഒന്നും ഡിസ്റെസ്പെക്റ്റ് ഇല്ല. എപ്പോഴും അമ്മൂമ്മയും മുത്തച്ഛൻ്റെയും കൂടെയൊക്കെ വെക്കേഷന് ഒരുമിച്ചുണ്ടായിരുന്ന കാരണം അവൾക്ക് ബന്ധങ്ങളോടൊക്കെ ഭയങ്കര മതിപ്പാണ്. ഭയങ്കര ബന്ധങ്ങളുടെ ഒരു വാല്യൂ നന്നായിട്ട് അറിയണ കൂട്ടത്തിലാണ്. ദേഷ്യക്കാരിയാണ് എന്ന് വെച്ചിട്ട് കുരുത്തക്കേടൊന്നുമില്ല. അവൾ വളരെ ഇമോഷണലാണ്. പക്ഷെ അത് അവളുടെ ഒരു ബലഹീനതയൊന്നുമല്ല, ഒട്ടും വീക്ക്നെസ് അല്ല. പിന്നെ അവൾ വളരെ സെൽഫ് പ്രൗഡാണ്, പക്ഷെ സെൽഫിഷ് അല്ല. വളരെ നല്ല മോളാണ് ഇഷു. എൻ്റെ സ്വത്താണ്. എന്തായാലും അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. അടുത്ത ആഴ്ച കാണാം, നേരിട്ട് കാണുമ്പോൾ ബാക്കിയെല്ലാം സംസാരിക്കാം. ശരി. സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ പറ്റി എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞത്? വെറുതെ കരയാണ്ടിരുന്ന ആവശ്യമില്ലാണ്ട് അടുത്ത ആഴ്ച അവരെ കാണാൻ പോകാനുള്ളതാണ്. പിന്നെ ഇഷു, നിൻ്റെ അമ്മായിയമ്മ നിന്നെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമുള്ളൊരു സ്ത്രീയാണ് അവർ. അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നീ അമ്മേനെ മറക്കുമോ? ഇല്ല അമ്മ, ഒരിക്കലും ഇല്ല.